1961 ഇന്ത്യൻ ചരിത്രത്തിലെ പാർലമെന്റിൽ സംയുക്ത സമ്മേളനത്തിലാണ് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത്. ഇത്തരത്തിലൊരു നിയമം നിലവിലുണ്ടെങ്കിൽ പോലും സ്ത്രീധനത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾക്ക് ഇന്നും ഒരു കുറവുമില്ല. കൊല്ലത്തെ വിസ്മയെയും നെടുമങ്ങാട്ട് ആതിരയെയും ഏറ്റുമാനൂരിലെ ഷൈമോളും തിരുവനന്തപുരത്തെ ഡോക്ടർ ഷഹനയും കോഴിക്കോട്ടെ ഷെബ്നയും കേരളം മറക്കേണ്ടവരല്ല. സ്ത്രീധന പീഡനത്തിന്റെ ഇരകളാണ് ഇവരെല്ലാം. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് പീഡിപ്പിക്കുന്നവർക്ക് നിയമത്തെ പേടിയില്ലാഞ്ഞിട്ടാണോ അതോ നിയമം എന്താണെന്ന് അറിയാഞ്ഞിട്ടാണോ? ഇത്തരം കേസുകളിൽ കൂടുതലും ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവരാണ് പ്രതികൾ. പ്രണയസമയത്ത് കൊടുത്ത വാഗ്ദാനങ്ങളല്ല വിവാഹശേഷം നടന്നത്. ഈ അടുത്ത് നടന്ന ഷഹനയുടെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ തന്റെ സുഹൃത്തായ റുവൈസ് വിവാഹം കഴിക്കാനിരിക്കെ വധുവിന്റെ വീട്ടുകാർക്കും നൽകാൻ പറ്റാത്ത അത്ര സ്ത്രീധനം ചോദിക്കുകയും ആ വിവാഹം അവിടെ മുടങ്ങും എന്ന ഘട്ടത്തിൽ മാനസികമായും വിഷമം താങ്ങാൻ കഴിയാതെ മരണം തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഈ സാക്ഷര കേരളത്തിൽ വലിയ സാമൂഹ്യ നവോത്ഥാനം ഒക്കെ നടന്നു എന്ന് പറയപ്പെടുന്ന നാട്ടിൽ ഇപ്പോഴും സ്ത്രീധനത്തിന്റെ പേരിൽ പെൺകുട്ടികൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. വിവാഹ സമയം വധുവിന് വീട്ടുകാർ നൽകുന്ന സമ്പത്തിൽ ഭർത്താവിന് അധികാരമോ അവകാശമോ ഇല്ലെന്നാണ് സുപ്രീം കോടതിയുടെ വിധി. പ്രതിസന്ധി സമയത്ത് ഭാര്യയുടെ സ്വത്ത് ഉപയോഗിച്ചാൽ അത് തിരിച്ചു നൽകാൻ ഭർത്താവ് ബാധ്യസ്ഥനാണെന്നാണ് സുപ്രീം കോടതിയുടെ പ്രധാന നിരീക്ഷണം. ഭർത്താവ് കൈക്കലാക്കിയ 89 പവൻ തിരികെ ആവശ്യപ്പെട്ട് മലയാളിയായ 50കാരി നൽകിയ ഹർജിയിലാണ് ഈ അടുത്ത കാലത്ത് കോടതി വിധി കൽപ്പിച്ചത്. നഷ്ടപ്പെട്ട സ്വർണത്തിന് പകരമായി യുവതിക്ക് 25 ലക്ഷം രൂപ നൽകണമെന്ന് ഭർത്താവിനോട് കോടതി നിർദ്ദേശിച്ചു. എന്നിരുന്നാലും മുൻകാലത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷത്തിലുണ്ടായ കേസുകളിലെ ഗണ്യമായ കുറവ് ഒരു ശുഭസൂചനയാണ്.